എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇസബെല്ല ഗുസ്മാൻ എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരി പെൺകുട്ടിയെ പറ്റിയിട്ടാണ്. 2020 ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ വീഡിയോ ഭയങ്കര വൈറലായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എന്ന് പറയുന്നത് 2013 2013 ആ പെൺകുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് 18 വയസ്സാണ്. ആ വീഡിയോ നമുക്കൊന്ന് ആദ്യം ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് ഈ ഒരു പെണ്ണിനെ പറ്റി സംസാരിക്കാം. ആഹാ, എത്ര സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയല്ലേ! വളരെ മനോഹരമായിട്ടുള്ള, വളരെ ക്യൂട്ടായിട്ടുള്ള ചിരികളൊക്കെയാണ് ആ പെൺകുട്ടി പാസ്സാക്കുന്നത് അല്ലേ. പക്ഷേ ആ ഒരു വേഷം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു പെൺകുട്ടി ഒരു ജയിൽ പുള്ളിയുടെ വേഷമാണ് ധരിച്ചിരിക്കുന്നതെന്നും മാത്രമല്ല ആ പെൺകുട്ടി നിൽക്കുന്നത് ഒരു കോടതി മുറിയിലാണെന്നും അല്ലേ. എന്താണ് 18 വയസ്സുള്ള അവൾ ചെയ്ത കുറ്റം? എന്തെങ്കിലും മോഷണമോ അങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളാണോ? ഒരിക്കലുമല്ല, മറിച്ച് ഒരു കൊലപാതകമാണ്. കൊന്നതാരെ? സ്വന്തം അമ്മയെ. എങ്ങനെയാ കൊന്നത്? കത്തി കൊണ്ട് കുത്തി. എത്ര കുത്ത്? കഴുത്തിലും മുഖത്തിലും കാലിലുമായിട്ട് ശരീരത്തിൽ ആകപ്പാടെ 79ഓളം ക്രൂരമായിട്ടുള്ള കുത്ത് കൊടുത്താണ് ആ പെൺകുട്ടി സ്വന്തം അമ്മയെ കൊന്നത്. ഇസബെല്ല ഗുസ്മാന്റെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നത് സ്വീറ്റ് ബട്ട് സൈക്കോ എന്നുള്ള ഹാഷ്ടാഗിലും സ്വീറ്റ് ബട്ട് സൈക്കോ എന്നുള്ള ഒരു പാട്ടോട് കൂടിയിട്ടൊക്കെ ആയിരുന്നു. അത് ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ ആയിരുന്നല്ലേ. കാണുമ്പോൾ എത്ര ക്യൂട്ടായിട്ടുള്ള ചിരികളൊക്കെ പാസ്സാക്കുന്ന പെൺകുട്ടി, പക്ഷേ ചെയ്തത് കൊലയാണ്. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും അറ്റാച്ച്മെന്റ് ഉള്ളത്, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അമ്മയച്ഛനുമാണ്. അതിൻ്റെ അകത്ത് അമ്മ പ്രധാനമാണല്ലേ. ആ ഒരു സ്വന്തം അമ്മയാണ് ഈ പെൺകുട്ടി കൊല ചെയ്തത്. ഇസബെല്ല ഗുസ്മാൻ, നമ്മുടെ സ്വീറ്റ് ബട്ട് സൈക്കോ അഥവാ കാന്താരി എന്നൊക്കെ തീർച്ചയായിട്ടും ഒരുപാട് പേര് അവളെ വിശേഷിപ്പിച്ചതാണ്. അതിനെപ്പറ്റി നമുക്ക് അവസാനം സംസാരിക്കാം. ഇവൾ ജനിക്കുന്നത് വർഷം 1995 ജൂൺ മാസം അമേരിക്കയിലെ കോളറാഡോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അമ്മയുടെ പേര് യെൻ മിൻ ഹോയ് എന്നാണ്. അച്ഛൻ്റെ പേര് റോബർട്ട് ഗുസ്മാൻ എന്നുള്ളതാണ്. പക്ഷേ ഇവൾ ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടും ഡൈവോഴ്സ് ആയിയാണ്. അമ്മയായിട്ടുള്ള യെൻ മിൻ ഹോയ് മറ്റൊരാളെ കല്യാണം കഴിക്കുകയാണ്. അയാളുടെ പേര് റയാൻ ഹോയ് എന്നുള്ളതായിരുന്നു. ഇവളുടെ ചെറുപ്പകാലത്ത് തന്നെ ഇവൾ മാനസികമായിട്ട് പല പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു. പല പല ബിഹേവിയറലായിട്ടുള്ള പ്രോബ്ലംസ് ഇവൾ കാണിക്കുന്നുണ്ടായിരുന്നു. കൃത്യമായിട്ട് ഒരു മാനസിക സംഘർഷം നേരിടുന്ന കുറച്ച് അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ അമ്മ ചെയ്ത കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ, ഈ കുട്ടി ജനിച്ച് കുറച്ച് നാൾക്കുള്ളിൽ തന്നെ ഡൈവോഴ്സ്ഡ് ആയിട്ട് ഈ കുട്ടിയുടെ അമ്മ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. 7 വയസ്സായപ്പോഴേക്കും ഇവളുടെ ബയോളജിക്കൽ ഫാദറിന്റെ കൂടെ വിടുകയാണ്. അതായത് റോബർട്ട് ഗുസ്മാന്റെ അടുത്തേക്ക് വിടുകയാണ്. പക്ഷേ കുറച്ച് നാൾ റോബർട്ട് ഗുസ്മാന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഈ പെൺകുട്ടി ഓക്കെ ആയിരുന്നു. അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്ന് കണ്ട ബയോളജിക്കൽ ഫാദർ ഈ അമ്മയുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീട്ടിലുള്ളത് 3 പേരാണ്. ഒന്ന്
അമ്മ, രണ്ടാനച്ഛൻ, മോള്, ഇവർ 3 പേരും കൂടിയാണ് താമസിക്കുന്നത്. പക്ഷേ പിന്നീട് സംഭവിച്ച കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ ഈ പെണ്ണിന് ഏകദേശം 18 വയസ്സൊക്കെ ആയപ്പോഴേക്കും ആകപ്പാടെ കാര്യങ്ങൾ മാറി മറിയുകയാണ് ഉണ്ടായത്. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2013 ആയപ്പോഴേക്കും അമ്മയായിട്ടുള്ള അസ്വാരസ്യങ്ങൾ കൂടിക്കൂടി വരികയാണ്. അതിനു മുമ്പ് തന്നെ ഒരുപാട് എപ്പോഴും വഴക്കാണ്. ഇവള് അമ്മയച്ഛനും പറയുന്നത് ഒന്നും കേൾക്കത്തില്ല, അങ്ങനത്തെ ഒരു രീതിയായിരുന്നു ഇവള് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 2013 ഓഗസ്റ്റ് 27 അവിടെയുള്ള വഴക്കുകൾ സാധാരണഗതിയിൽ നിന്നും മാറി. എപ്പോഴും വഴക്കുകളും തർക്കങ്ങളും ബഹളങ്ങളും അടികളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഓഗസ്റ്റ് 27 സംഭവിച്ച കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ അമ്മയോട് കയർത്ത് സംസാരിച്ച് അങ്ങനെ അതൊരു വഴക്കിലേക്ക് എത്തി അവസാനം ഈ 18 വയസ്സുള്ള പെൺകുട്ടി അമ്മയുടെ മുഖത്ത് കാറി തുപ്പുകയാണ് ഉണ്ടായത്. ഉടൻ തന്നെ ഈ അമ്മ ഈ രണ്ടാനച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. രണ്ടാനച്ഛൻ ഈ മോളോട് സംസാരിച്ചു. പക്ഷെ അതൊന്നും ഈ മോള് കേൾക്കുകയുണ്ടായില്ല. അടുത്ത ദിവസം, അതായത് ഓഗസ്റ്റ് 28 അമ്മയുടെ മെയിലിലേക്ക് മകള് ഒരു ഇമെയിൽ അയക്കുകയാണ്. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് യു വിൽ പേ, നിങ്ങൾ അനുഭവിക്കുമെന്നുള്ളതായിരുന്നു. പേടിയായ അമ്മ ഉടനെ പോലീസിനെ വിവരം അറിയിക്കുകയാണ്. കാരണം മകൾ ഇന്നലെ വളരെ സൈക്കോ ആയിട്ട് വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോലീസ് വന്നു. പോലീസിനോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. മകൾ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, ഇവരുടെ ജീവന് മകളെ ഭീഷണിയാകുമെന്ന് കണ്ട പോലീസ് മകളെ മാറ്റി നിർത്തിയിട്ട് സംസാരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ നിന്നെ നിയമപരമായിട്ട് തന്നെ ഇവിടുന്ന് മാറ്റിപ്പാർപ്പിക്കും. നീ നിന്റെ അമ്മയുടെ ജീവന് ഭീഷണിയായി മാറുകയാണെങ്കിൽ നീ വളരെ ഗുരുതരമായിട്ടുള്ള നിയമക്കുരുക്കിൽ പെടുമെന്നൊക്കെ പറഞ്ഞ് ഈ പ്രശ്നങ്ങൾ പോലീസ് രമ്യമായിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല അമ്മ ഈ ആദ്യ അച്ഛനുണ്ടല്ലോ, അതായത് ബയോളജിക്കൽ ഫാദർ ആയിട്ടുള്ള റോബർട്ട് ഗുസ്മാനെ ഫോണിലൂടെ വിവരം അറിയിച്ച് അദ്ദേഹത്തോട് വന്ന് ഒന്ന് സംസാരിക്കാൻ പറയുകയാണ്. അങ്ങനെ റോബർട്ട് ഗുസ്മാൻ ഈ മകളുടെ അടുക്ക് വന്ന് സംസാരിക്കുകയാണ്. റോബർട്ട് ഗുസ്മാൻ അതായത് തന്റെ യഥാർത്ഥ പിതാവുമായിട്ട് ഇടപെടുമ്പോൾ അവൾ വളരെ ശാന്തമായിട്ട് തന്നെയാണ് കാണപ്പെട്ടത്. റോബർട്ട് ഗുസ്മാൻ ഓർത്തെടുക്കുന്നുണ്ട്, അന്നേ ദിവസം വീടിന്റെ വരാന്തയിലിരുന്ന് ഞങ്ങള് ചെടികളെയും അവിടെ ഓടിക്കളിച്ച് കിടക്കുന്ന മൃഗങ്ങളെയൊക്കെ നോക്കി ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതെല്ലാം അവൾക്ക് മനസ്സിലായി. എൻ്റെ കൂടെ വളരെ ശാന്തമായിട്ടാണ് പെരുമാറിയത്, നോർമലായിട്ടാണ് പെരുമാറിയത്. പക്ഷേ പിന്നീട് ഞാൻ പോയ ശേഷം അത് എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞ ഒന്നും അവളുടെ തലയിലേക്ക് കയറിയിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു കാണേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ, അതായത് യഥാർത്ഥ അച്ഛൻ്റെ സാമീപ്യമുള്ളപ്പോൾ അവൾ നോർമലായിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. എന്തായാലും അന്നേ ദിവസം പോലീസൊക്കെ വന്ന് ഈ അച്ഛനൊക്കെ വന്ന് സംസാരിച്ചു. അതിനുശേഷം അമ്മ ജോലിക്ക് പോവുകയാണ്. കുറച്ച് നേരം എന്തോ ഓഫീസിൽ പോയിട്ട് വരാനേ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ച് രാത്രിയിൽ 9:30 ആകുമ്പോഴാണ് എത്തുന്നത്. 9:30 ആകുമ്പോൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ രണ്ടാം ഭർത്താവ് അവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനൊന്ന് കുളിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രണ്ടാം ഭർത്താവായിട്ടുള്ള റയാൻ ഹോയ് വലിയൊരു അലർച്ച കേൾക്കുകയാണ്. മോളിൽ നിന്ന് അലർച്ച കേൾക്കുകയാണ്. പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെന്നപ്പോഴേക്കും കണ്ട കാഴ്ച എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകള് ഈ ബാത്റൂമിന്റെ വാതിലടയ്ക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം തള്ളി തുറക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ബലമായിട്ട് തള്ളുന്നുണ്ട്. പക്ഷേ മോള് പെട്ടെന്ന് തന്നെ അടച്ചിട്ട് കുറ്റിയിടിയാനുണ്ടായത്. അപ്പോൾ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചു എന്ന് മനസ്സിലായി. കാരണം ഒച്ചത്തിൽ കിടന്ന് അലറിയാണ് ഉണ്ടായത്. മാത്രമല്ല നോക്കുമ്പോഴേക്കും ഡോറിന്റെ അടിയിൽ കൂടെ ആ വിടവിൽ കൂടെ ചോര ഒലിച്ചു വരുന്നുണ്ട്. പെട്ടെന്ന് പേടിച്ചു പോയിട്ടുള്ള റയാൻ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം കഥകടച്ചും കിടക്കാണല്ലേ. താഴത്തോട്ട് ഓടിപ്പോയിട്ട് ഫോൺ എടുത്ത് 911 അതായത് എമർജൻസി നമ്പറിൽ വിളിക്കുകയാണ്. നമ്മൾ പോലീസിനെ 100 വിളിക്കത്തില്ല, അതുപോലെ. എന്നിട്ട് വീണ്ടും തിരിച്ച് മുകളിലേക്ക് ഓടി വന്നപ്പോഴേക്കും കണ്ട കാഴ്ച എന്തെന്ന് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി കതകും തുറന്ന് വരികയാണ്. ഈ പെൺകുട്ടിയുടെ മേലാകെ ചോരയുണ്ട്. ഇവളുടെ കയ്യിൽ ഊരിപ്പിടിച്ച കത്തി എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതുപോലെ ചോര ഊറി വീഴുന്നൊരു കത്തിയുണ്ട്. അകത്ത് ഇദ്ദേഹത്തിന്റെ ഭാര്യ യുൻമിൻ ഹോയ് അവിടെ ചോരയിൽ കുളിച്ച് കിടക്കുന്നു. അടുത്ത് നോക്കിയപ്പോഴേക്കും അടുത്തൊരു ബേസ്ബോൾ ബാറ്റ് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ശരീരത്ത് ആകമാനം കുത്തുകൾ ഏറ്റിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുഖത്തും കഴുത്തിലും കാലിലൊക്കെ ആയിട്ട് ടോട്ടൽ 79ഓളം ക്രൂരമായിട്ടുള്ള കുത്തുകൾ കത്തിവെച്ച് ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം കാണുമ്പോഴേക്കും അവർക്ക് ജസ്റ്റ് ഒരു ജീവൻ ബാക്കിയുണ്ടായിരുന്നു. യഹോവ എന്നും പറഞ്ഞ് കിടന്ന് ആ ഒരു അലർച്ചയോട് കൂടിയിട്ടാണ് ഇവർ മരിക്കുന്നത്. ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു, പക്ഷേ ആ ഒരു ബാത്റൂമിൽ വെച്ച് തന്നെ അവർ മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് വരികയാണ്. പോലീസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ്. ഇസബെല്ല ഗുസ്മാൻ കഥ തുറന്നു വരുന്ന കാഴ്ച പറഞ്ഞല്ലോ. കഥ തുറന്നു വന്നപ്പോഴേക്കും തന്റെ ഭാര്യ അവിടെ കിടക്കുന്ന കാണുമ്പോഴേക്കും മോളെ പിടിക്കാനല്ല ശ്രമിക്കുന്നത്, മറിച്ച് അവരുടെ ജീവൻ രക്ഷിക്കാനായിരിക്കും ഭർത്താവ് ശ്രമിക്കുന്നത്, അല്ലേ? ആ ഒരു സമയം കൊണ്ട് തന്നെ ഇസബെല്ല ഗുസ്മാൻ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പോലീസ് പെട്ടെന്ന് ഇത് മനസ്സിലാക്കി. പോലീസ് പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്യാണ്, മീഡിയാസിലൂടെയൊക്കെ വാൺ ചെയ്യുകയാണ്. ആയുധധാരിയായിട്ടുള്ള ഒരു കൊല നടത്തിയിട്ടുള്ള ഒരു വ്യക്തി ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അറിയിക്കുക, വളരെ ഗുരുതരമാണ് വിഷയം എന്നുള്ള രീതിയിലായിരുന്നു പോലീസ് അവിടെ മീഡിയാസിലൂടെയും സോഷ്യൽ മീഡിയാസും ന്യൂസ് ചാനലിലൂടെയും എല്ലാ തരത്തിലും അനൗൺസ്മെന്റ് കൊടുക്കുകയാണ്. പിറ്റേ ദിവസം അടുത്തുള്ളൊരു കാർ പാർക്കിൽ നിന്നും ഈ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുകയാണ്. ഈ പെൺകുട്ടിയെ കണ്ടുപിടിക്കുമ്പോഴേക്കും അവർ ധരിച്ചിരുന്ന വേഷം എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായിരുന്ന അതേ വേഷമായിരുന്നു. അതായത് ഒരു ഷോർട്സും പിങ്ക് ബ്രായുമായിരുന്നു. അമ്മയുടെ രക്തമെല്ലാം ആ ഒരു വസ്ത്രങ്ങളിൽ അപ്പോഴും പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇവളെ പോലീസ് പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യുകയാണ്.
കോടതി ഹാജരാക്കിയാണ്. നമ്മുടെ ഇവിടുത്തെ പോലെ ഒന്നുമല്ല പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നീങ്ങുമല്ല. സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഇതിൻ്റെ വിചാരണ നടക്കുകയാണ്. സെപ്റ്റംബർ മാസത്തിലുള്ള, അതായത് 2013 സെപ്റ്റംബർ മാസത്തിലുള്ള വീഡിയോ ആണ് നമ്മൾ ആദ്യം കണ്ടത്. അങ്ങനെ കോടതിയിൽ വിചാരണ നടക്കുമ്പോഴേക്കും സംഭവിച്ച കാര്യം എന്തെന്നാലും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ പെൺകുട്ടി ചെറുപ്പം മുതൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം അല്ലേ. കോടതിയിലും ഇത് തന്നെയാണ് പ്രധാനമായിട്ട് വാദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പെൺകുട്ടി എന്ന് പറയുന്നത് മാനസികമായിട്ട് പ്രശ്നങ്ങൾ നേരിടുന്ന പെൺകുട്ടിയാണ്. അവൾ സ്വഭാവത്തോട് ചെയ്തതല്ല, അവൾ സ്ക്രീസോഫ്രീനിയ, കുറേ പാരനോയിഡൽ ഇഷ്യൂസ്, മറ്റ് ബിഹേവിയറൽ ഇഷ്യൂസ്, പിന്നെ ഇല്ലാത്ത കാഴ്ചകൾ കാണുക, ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 3 എന്ന് പറയുന്ന ധനുഷിൻ്റെ സിനിമയിൽ, അതിൽ ധനുഷിൻ്റെ അവസാനം ഒരു മെൻ്റൽ ഡിസോർഡർ ബാധിക്കത്തില്ല, ഇല്ലാത്ത രൂപങ്ങൾ കണ്ട് ഓരോന്ന് വന്ന് പറഞ്ഞ് അയാളെ കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതൊക്കെ പോലുള്ളൊരു മെൻ്റൽ ഡിസോർഡറാണ് കാണിക്കുന്നത്. അതുപോലത്തെ ഒരു പ്രശ്നത്തിലൂടെയാണ് ഈ പെൺകുട്ടി കടന്നു പോകുന്നതെന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യാണ്. അതുള്ളത് തന്നെയായിരുന്നു. ഈ പെൺകുട്ടി ചെറുപ്പകാലം മുതലേ മാനസികമായിട്ട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു. പ്രധാനമായിട്ട് സ്കീസോഫ്രീനിയയും മറ്റൊരുപാട് ബിഹേവിയറൽ വിഷയങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ജഡ്ജി പറയുകയാണ്, എനിക്ക് മനസ്സിലായിരിക്കുന്നു ഈ പെൺകുട്ടി സ്വഭാവത്തോടുകൂടി ചെയ്തതല്ല. ഒരാൾ തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു തെറ്റിനെ മാത്രമേ തൽക്കാലത്തേക്ക് നമുക്കിവിടെ വിധിക്കാൻ പറ്റത്തുള്ളൂ. ഇയാൾ മാനസിക രോഗിയാണെന്ന് കൃത്യമായിട്ട് വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ നമ്മൾ ഈ ഒരു കുറ്റവിമുക്തയാക്കുന്നില്ല, മറിച്ച് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് അയക്കുകയാണ്. അങ്ങനെ അവിടുത്തെ കോടതി ഈ പെൺകുട്ടിയെ കൊളറാഡോയിലുള്ള ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് അയക്കുകയാണ്. മാനസിക രോഗം എന്ന് ഭേദമാകുന്നു, എന്നീ പെൺകുട്ടി സമൂഹത്തിനൊരു വിപത്തല്ലാണ്ടായി മാറുന്നു, അന്ന് മാത്രമേ, അത് 50 വർഷം കഴിഞ്ഞാലും അന്ന് മാത്രമേ ഈ പെൺകുട്ടിയെ അവിടെ നിന്ന് വിടാൻ പാടുള്ളൂ എന്നുള്ളതായിരുന്നു ആ ഒരു ജഡ്ജ്മെൻറ്റിലെ പ്രധാന പ്രസ്താവന എന്നുള്ളത്. അങ്ങനെ 7 വർഷങ്ങൾക്കിപ്പുറം 2020 ഈ പെൺകുട്ടി കോടതിയിൽ തൻ്റെ ലോയർ വഴി ഹർജി നൽകിയാണ്. എൻ്റെ മാനസിക രോഗമെല്ലാം ഭേദമായി, എന്നെ പുറത്തുവിടാനുള്ള നടപടികൾ നീക്കണമെന്നും പറഞ്ഞുള്ള ഹർജിയായിരുന്നു. അങ്ങനെ കോടതി അത് വീണ്ടും പരിഗണിക്കാനുണ്ടായത്. തീർച്ചയായിട്ടും അല്ല, കുറ്റവാളിക്ക് അവിടെ റൈറ്റ്സുകളൊക്കെ ഉണ്ട്. അങ്ങനെ പരിഗണിക്കുമ്പോഴേക്കും ഡോക്ടറിൻ്റെ സർട്ടിഫിക്കേഷനാണല്ലോ കോടതി അവിടെ നോക്കുന്നത്. ഡോക്ടർമാർ ഒരുപാട് എക്സ്പേർട്ട് പാനൽ, അതായത് ആ ഒരു മെൻ്റൽ ഹോസ്പിറ്റൽ ഡോക്ടർമാരും അതുപോലെ തന്നെ ഈ ജഡ്ജി അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള വേറെ വലിയ ഉയർന്ന ഡോക്ടർമാരൊക്കെ പരിശോധിക്കുകയാണ് ആ പെൺകുട്ടി മെൻ്റലി ഇപ്പോൾ ഫിറ്റായെന്ന് ഈ ഒരു ജഡ്ജിക്ക് മനസ്സിലാവുകയാണ്. ഒരു കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലുണ്ടായിരുന്ന പ്രസ്താവന, അതായത് ശിക്ഷ വിധിച്ചല്ലോ ഈ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ പോകണമെന്നും പറഞ്ഞു, അതായത് ഈ കുറ്റവാളിയായിട്ട് കാണാനും പറ്റത്തില്ല എന്ന്. അതിൻ്റെ ഒപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടി സ്വന്തം അമ്മയാണ് കൊല്ലുന്നത് എന്നുള്ളൊരു ബോധം പോലും ഈ പെൺകുട്ടിക്കില്ലായിരുന്നു. മറിച്ച് സിസിലിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഇവൾ കൊല്ലുന്നതും അവളെ കൊല്ലുന്നത് വഴി ഈ ലോകത്തെ തനിക്ക് രക്ഷിക്കാൻ പറ്റുമെന്നൊക്കെയാണ് ഈ ഒരു ഇസബെല്ല ഗുസ്മാൻ അവളുടെ മനസ്സിലുണ്ടായിരുന്നത് എന്നായിരുന്നു ഈ ഒരു പ്രോസിക്യൂഷന് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു മാനസിക രോഗി, ആ ഒരു മാനസിക വിഭ്രാന്തിയിൽ സ്വന്തം അമ്മയെപ്പോലും ആ കൊന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അവൾ ഉണ്ടായിരുന്നത് എന്നായിരുന്നു അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും 2020 ഹർജി പരിഗണിക്കാൻ തുടങ്ങിയാണ്. 2021 ഇസബെല്ല ഗുസ്മാനെ കോടതി ആ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാനുണ്ടായത്. ഒരുപാട് മെഡിക്കൽ എവിഡൻസിൻ്റെ പുറത്താണ്. ഇനി അവൾ സമൂഹത്തിനൊരു വിപത്തായി മാറത്തില്ല എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡോക്ടറിൻ്റെ സർട്ടിഫിക്കേഷൻ്റെ പുറത്താണ് അവളെ വെറുതെ വിട്ടത്. അപ്പോൾ അവൾ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, ഞാൻ ഇനി സമൂഹത്തിൻ്റെ വിപത്തല്ല, എൻ്റെ മെൻ്റൽ ഡിസോർഡേഴ്സ് പൂർണ്ണമായിട്ടും മാറി. ഞാൻ അന്ന് അത് ചെയ്യുമ്പോൾ, ആ ഒരു കുറ്റം ചെയ്യുമ്പോൾ ഞാനല്ലായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ എൻ്റെ അമ്മയാണ് അങ്ങനെ കൊന്നത് അല്ലെങ്കിൽ ആക്രമിച്ചത് എന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഞാൻ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന ശബ്ദങ്ങളും ചുറ്റുമുള്ള റിയാലിറ്റിയല്ല, മറ്റെന്തോ ഒരു ഡ്രഗ് അടിച്ച സ്റ്റേറ്റിലുള്ള ഒരു രീതിയിലായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത് എന്നൊക്കെയുള്ള വാദങ്ങളായിരുന്നു ഇസബെല്ല ഗുസ്മാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും 2021 ഇവളെ റിലീസ് ചെയ്യാനുണ്ടായത്. പക്ഷേ 2020 ഈ വീഡിയോ വൈറലാകുന്നത്. പ്രധാനമായിട്ടും അവർ ഹർജിയൊക്കെ സമർപ്പിച്ചല്ലോ. അപ്പോൾ ഇവൾക്ക് ഈ ഒരു ക്യൂട്ട് എക്സ്പ്രഷനൊക്കെ കാരണം നമ്മുടെ നാട്ടിലുള്ളൊരു പ്രവണതയാണ്. അതായത് ഇതുപോലത്തെ സൈക്കോപാത്തുകൾക്കൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ല. ഇവൾ ക്യൂട്ടായിട്ടുള്ള കുട്ടിയാണ്, അമ്മയെ കൊന്നതിന് തക്കതായിട്ടുള്ള കാരണം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആരെങ്കിലും അമ്മയെ കൊല്ലുവോ, ഇവളുടെ പേരിൽ ഒരുപാട് ഫാൻസ് അക്കൗണ്ടുകൾ തുടങ്ങിയാണ്. ഇവൾ ഇട്ടിട്ടുള്ള എക്സ്പ്രഷൻ ഇവളുടെ വീഡിയോടൊപ്പം കൊളാബ് ചെയ്ത് ഈ സ്വീറ്റ് ബട്ട് സൈക്കോ എന്ന് പറയുന്ന BGM ഒക്കെ ഇട്ട് കുത്തിക്കയറ്റി ടിക്ടോക്കിലൊക്കെ അപ്ലോഡ് ചെയ്ത് അങ്ങനെയാണ് ഇവൾ വൈറലായിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതാണ് ഈ ഷെയർ ചെയ്തത്. അല്ലേ, എന്താ അല്ലേ, മാനസിക രോഗം നമ്മളെ കൊണ്ടെത്തിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ടുള്ള അവസ്ഥയിലാണ്. ഇവിടെയാണ് നമ്മൾ ഡ്രഗിൻ്റെ കാര്യം കൂടെ, മയക്കുമരുന്നിൻ്റെ കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈ പെൺകുട്ടിക്ക് ഡ്രഗൊന്നും ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലമാണ് ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ. നിങ്ങൾ കൂടിയ മയക്കുമരുന്ന് ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറലി ഇത് വരണമെന്നില്ല, പക്ഷേ ആ മയക്കുമരുന്നിൻ്റെ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാം. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ അമ്മയോ അച്ഛനെയോ ഒക്കെ ഇതുപോലെ കുത്തിക്കൊല്ലാം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മയക്കുമരുന്നെന്ന് പറയുന്ന സാധനയെ വിപത്താണ്, അത് ഒഴിവാക്കുക. MDMA, ഹെറോയിൻ, കൊക്കെയിൻ, കീറ്റാമിൻ, അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ദിവസവും വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അത് പിടിച്ചു, ഇവിടുന്ന് അത് പിടിച്ചു എന്നൊക്കെ അല്ലേ. നിങ്ങളിതൊക്കെ അടിച്ചിട്ട് സ്വബോധം പോലും ഇല്ലാതെ നിങ്ങളുടെ അമ്മയെ കുത്തിക്കൊല്ലുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നടന്നിട്ടുള്ള കാര്യമാണ്, ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റൂ. എത്ര കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്.
ലഹരിയുടെ പുറത്ത്, ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയ ഇതുപോലത്തെ മയക്കുമരുന്നിൻ്റെ പുറത്ത് മകൻ അമ്മയെ കുത്തിക്കൊന്നു. കണ്ടിട്ടുള്ള വാർത്ത തന്നെ, നിഷേധിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ ഡ്രഗിൽ നിന്നൊക്കെ സ്റ്റേ അവേ, MDMA എന്ന് സ്റ്റേ അവേ. MDMA ആണ് ഏറ്റവും വൈറലായിട്ടുള്ള ഡ്രഗ് അല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇസ്മേഷൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.